അപ്പോഴേ ഞാനും മനുവും കൂടെ വാവയും കൂടെ ആയിട്ട് പപ്പയുടെ അടുത്ത് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് ഓട്ടോറിക്ഷ അവർ പൂജയൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറയുക, ഈ ഓട്ടോ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ കാറ് കഴുകുമായിരുന്നു, വേർത്ത് വിളിച്ചിരിക്കുകയാണ്. എന്നാലും പറയാൻ കണ്ട പൂജ വെച്ച് ഇങ്ങനെ ടോട്ടലായിട്ടാട്ടോ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടണേ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. ഏകദേശം 3.5 ലക്ഷം രൂപയോളമായി നമ്മുടെ ഓട്ടോറിക്ഷ. പിന്നെ ഈ കുറച്ച് വർക്കുകളുണ്ട് കണ്ട, ഈ ഡോറും ഇതെല്ലാമായിട്ടാണ് കിട്ടണത് നമുക്ക്. പക്ഷേ ഇവിടുത്തെ ഇത് കണ്ടോ ഇങ്ങനെ പൊങ്ങി നിൽക്കണത്, അതൊക്കെ ഒന്ന് മാറ്റിയതുണ്ട്. ഇതൊക്കെ ഭയങ്കര ലൂസായിട്ടാണ് ആൾക്കാർ കിട്ടണത്. അപ്പോൾ നമുക്കിത് പുറത്ത് കൊടുത്തിട്ട് ഇതെല്ലാം സെറ്റാക്കി എടുക്കണം. ഇവിടെ ഇതൊക്കെ മുറിച്ച് അതിൻ്റെ ലെവലാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടത് ഇവിടെയൊക്കെ ഏകദേശം വിട്ടിരിക്കണത്, ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കണ്ട. അപ്പോൾ അതിന് ഏകദേശം ഒരു 10-50,000 രൂപ അഡീഷണൽ വരും. അപ്പോൾ ഏകദേശം 3.5-4 നമുക്കൊരു ഫുൾ ഓട്ടോറിക്ഷ എടുത്ത് പെർമിറ്റോടെ സഹിതം അത് വർക്കെല്ലാം കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേര് ഫ്രണ്ട്സൊക്കെ ആയിട്ട് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചിരുന്നു, പിന്നെ വീഡിയോയിലും കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല, ചെറിയ ടയറിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് ചെറിയ വർക്ക്, അതിനൊരു 50,000 രൂപ ആവും എന്നാണ് നമ്മളിപ്പോഴത്തെ എസ്റ്റിമേറ്റ്. ഇതൊക്കെ ഒന്ന് ലെവലാക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ സീറ്റൊക്കെ നോർമലാണ്, സീറ്റ് കവറൊക്കെ ഇടാനുണ്ട്. പിന്നെ ഇവിടുത്തെ സീറ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്, നടുവേന എടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഓട്ടോറിക്ഷ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആൾക്കാർക്ക് അറിയില്ലാത്ത മിക്കവർക്കാർക്ക് അറിയില്ല ഓട്ടോറിക്ഷ പഠിച്ച്. ഞാൻ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചതാണ്. നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും പറ്റും. കാരണം എനിക്ക് ഈ നമുക്ക് പണ്ടത്തെ ബൈക്കൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ അറിയാം. അങ്ങനത്തെ ഓടിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ഗിയർ അല്ല, പണ്ടത്തെ ടൈപ്പ് ഗിയർ.